ഒരു ദൈവമായിട്ടല്ല. പഴയ നിയമത്തെ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈശോ മിശിഹ അവതരിപ്പിച്ച ദൈവം, ആ ദൈവം പിതാവാണ്. ആ ദൈവം അപ്പനാണ്. ദൈവം അപ്പനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ കാഴ്ചപ്പാടുകളും മാറും. ദൈവം എൻ്റെ അപ്പനാണ്. അപ്പാ അപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാഴ്ചപ്പാടും മാറും. ഇപ്പൊ നിങ്ങളുടെ കുട്ടി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബാറ്റ് കൊണ്ട് പന്തടിച്ച് ഒരാളുടെ ജനാലച്ചില്ല പൊട്ടിച്ചു. അപ്പൊ നിങ്ങളുടെ ആ കുട്ടിക്ക് നിങ്ങൾ ആരാണ്? അപ്പനാണ്, ആണല്ലോ. അപ്പൊ അപ്പൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ ആ വീട്ടുകാർ പരാതിയുമായിട്ട് എത്തിയപ്പോ അപ്പൻ അങ്ങോട്ട് ചെന്നിട്ട് അപ്പൻ ഈ വീട്ടുകാരോട് പറയുകയാണ്, അവൻ ഇച്ചിരി അഹങ്കാരം അല്ലെങ്കിലും പണ്ടേ കൂടുതലാണ്, ഇത് എറിഞ്ഞ് പൊട്ടിച്ചത് തെമ്മാടിത്തരല്ലേ? ഇങ്ങനെയാണോ പിള്ളേര് കാണിക്കേണ്ടത്? അപ്പനാണ്, ഇങ്ങനെയാണോ പിള്ളേര് കാണിക്കേണ്ടത്? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോ, എനിക്കിതുമായിട്ടൊന്നും ഒരു ഇടപാടുമില്ല, നിങ്ങൾ ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോ, അവര് 2 ദിവസം ഇവനെ ജയിലിലിടട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അപ്പൻ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ പറയാൻ സാധ്യതയില്ല. പറയുന്നത് ഇതാണ്, ക്ഷമിക്കണം, കുട്ടി ഇച്ചിരി വികൃതിയാണ്, ഒരുപാട് പറഞ്ഞാണ് പുറത്തിങ്ങനെ കളിക്കാൻ പോകണ്ടെന്ന്. പക്ഷെ അവൻ കേട്ടില്ല, ചെറിയ പ്രായമല്ലേ, ഇന്നത്തെ കാലമല്ലേ, പിള്ളേര് പറഞ്ഞാൽ കേൾക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ വീട്ടിലും പിള്ളേരില്ലേ. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ക്ഷമിക്കുക, ആ ജനാല മാറിയിടുക, ആ ഗ്ലാസ് മാറിയിടുക, അതിൻ്റെ പൈസ ഞാൻ തന്നേക്കാം. നിങ്ങൾക്ക് ആളെ വിളിച്ച് മാറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരാളോട് ഞാൻ മാറിയിട്ട് തന്നേക്കാം. അപ്പോൾ അയാൾ പറയും, ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല, നിങ്ങൾ തന്നെ ഞാൻ മാറിത്തരാം. ഉടനെ ഫോൺ വിളിക്കുന്നു, അടുത്ത ആൾ വരുന്നു, മാറിയിടുന്നു, അതിൻ്റെ പേയ്മെൻറ്റ് ഈ അപ്പം കൊടുക്കുന്നു. ഇതാണ് അപ്പൻ. മനസ്സിലായ? ഇതാണ് അപ്പൻ. ഒരു മനുഷ്യരുടെ കൂട്ടത്തിലെ അപ്പൻ ഇങ്ങനാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ദൈവം അതിനേക്കാളും മോശമാണോ? അതിനേക്കാളും മോശമാണോ ദൈവം? നിങ്ങൾ പറ. അതിനേക്കാളും തരം താണ ആളാണോ ഈ ദൈവം? 1962 നിങ്ങളുടെ അറിവില്ലാത്ത കാലത്ത് നിങ്ങൾക്കൊരു തെറ്റ് പറ്റി. ആ തെറ്റിന് 2019 നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം. ആ ദൈവം അപ്പനാണോ? അങ്ങനെ പീഡിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം അപ്പനല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ സഹനം, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം, സഹനം പ്രയാസമൊക്കെ എന്തുകൊണ്ടാണെന്ന്. ഇപ്പൊ ഇത് വിശ്വസിക്കുക. ജീവിതത്തിൽ ഒന്നാമതായി ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം തിരുത്തുക, സുവിശേഷത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അതുകൊണ്ട് ഈശോ വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞു, അപ്പാന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പാന്ന് വിളിക്ക്. ദൈവമേ നോ, നിർത്തടാ, അപ്പാന്ന് വിളിക്കടാ. പിന്നെ ആളുകൾ പണ്ട് പരിചയിച്ച ശീലത്ത് ദൈവം നിർത്തടാന്ന് പറഞ്ഞു, അപ്പാന്ന് വിളിയടാ. എന്നിട്ട് ഈശോയുടെ വായിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ പുറത്തു വന്ന വാക്കുകൾ പണ്ഡിതന്മാര് വിലയിരുത്തുമ്പോൾ അവര് പറയുന്നു ആബ എന്ന വാക്കാണെന്ന്. അബ്ബാ. ഒരാൾ എന്തിനാണ് ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്? ആളുകൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനപ്പെട്ടതല്ലെങ്കിൽ 1-2 തവണ പറഞ്ഞിട്ട് അത് വിടും. ഒരാൾ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ഏതെല്ലാം ഡയമെൻഷനിലൂടെ അത് കൊണ്ടുവരാമോ അങ്ങനെ കൊണ്ടുവന്ന് ഒരൊറ്റ പോയിന്റിലേക്ക്, ഒരൊറ്റ കുറ്റിയിലേക്ക് കെട്ടുന്നത്, അത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഈശോ എന്ത് ചെയ്തു? സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, അപ്പാ അപ്പാ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പാ നിങ്ങളുടെ പിതാവ്, എൻ്റെ പിതാവിന്റെ അടുത്തേക്ക്, നിങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പാ. ക്രിസ്ത്യാനി, നിന്റെ ദൈവസങ്കല്പം തിരുത്തുക. ദൈവം നിന്നെ ശിക്ഷിക്കാനിരിക്കുന്ന ന്യായാധിപനല്ല, ദൈവം അപ്പനാണ്. അപ്പൊ ന്യായവിധിയില്ലേ, നരകയില്ലേ, അതൊക്കെ അടുത്ത കാര്യം. ഇപ്പൊ ഇത് പഠിക്കേ. 1-ാം ക്ലാസ്സിൽ 1-ാമത്തെ പഠിച്ചാ പോരെ? 10-ാം ക്ലാസ്സിലെ 1-ാം ക്ലാസ്സിൽ പഠിക്കണ്ടല്ലോ. 1-ാം ക്ലാസ്സിലെ 1-ാം പാഠം കറക്റ്റ് അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിലൊന്നും പഠിക്കുന്ന മനസ്സിലായി. അക്ഷരം എഴുതാൻ പഠിച്ചില്ലെങ്കിൽ 10-ാം ക്ലാസ്സിൽ പറയുന്നവന് മനസ്സിലാവോ? എഴുതണ്ട. ഇത് അക്ഷരം എഴുതാദ്യം. ദൈവം അപ്പനാണ്. ഈ സങ്കല്പം, അതായത് എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്, ഈശോ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച ആ പിതാവായ ദൈവം പിതാവാണ്. അതുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം അപ്പാ 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 എന്ന് വിളിച്ച് നടക്കണം.
അപ്പ 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 എന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ വീട്ടിലുള്ളൂ. പറയണം, അപ്പാ ഞാൻ പിച്ചക്കാരനല്ല, ഞാൻ നിന്റെ മകനാണ്. എൻ്റെ വീട്ടിൽ ഈ കണ്ണുനീരുണ്ട്, കർത്താവേ നീ എൻ്റെ അപ്പനാണ്. അപ്പാ അപ്പാ നീ ഇത് കാണണം. അങ്ങനെ വിളിച്ച് ശീലിക്കണം. ആബാ പിതാവേ എന്ന് വിളിക്കാൻ ഈശോ പഠിപ്പിച്ചു. ഒരു കുഞ്ഞ്, അതൊരു ഡൊമസ്റ്റിക് ടേമാണ്. വീട്ടിൽ ഒരു കുഞ്ഞ് അപ്പൻ്റെ മടിയിലിരുന്ന് അപ്പൻ്റെ താടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പപ്പാ, ഡാഡി, അച്ചാച്ചാ, ചാച്ചാ എന്ന് വിളിക്കുന്ന ആ ലാംഗ്വേജ് ആണത്. ഈ അപ്പ എന്നൊക്കെ പിതാവേ എന്നൊക്കെ വിളിക്കുമ്പോൾ അത് കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ് ആയി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പപ്പ, അപ്പച്ചാ, അച്ചായ, അച്ചാച്ചാ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്, അത് കൊച്ചു വിളിക്കുന്ന വാക്കാണത്, അപ്പാ. ഈശോ ആദ്യമായിട്ട് സംസാരിച്ച വാചകം സുവിശേഷം രേഖപ്പെടുത്തുക എന്താണെന്നറിയാമോ? എനിക്ക് വിശക്കുന്നു, എനിക്ക് വല്ലതും തന്നൂടെ. ഈശോ ആദ്യമായിട്ട് സംസാരിച്ചത് സുവിശേഷം രേഖപ്പെടുത്തുന്നത് എന്താ പറയാമോ? എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ അബ്ബായുടെ കാര്യത്തിൽ വ്യാപൃതനാവേണ്ടതാണെന്ന് അറിഞ്ഞൂടെ? ഫസ്റ്റ് റെക്കോർഡഡ് സെന്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദിസ്. ഞാൻ എൻ്റെ അപ്പൻ്റെ കാര്യത്തിൽ വ്യാപൃതനാവേണ്ടതാണെന്ന് അറിഞ്ഞൂടെ? ദ ലാസ്റ്റ് റെക്കോർഡഡ് സെന്റൻസ് ഇൻ ദ എർത്തിലി ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കുരിശുമരണത്തിന് മുമ്പുള്ള യേശുവിൻ്റെ അവസാനത്തെ റെക്കോർഡ് ചെയ്യപ്പെട്ട എഴുതപ്പെട്ട ഡയലോഗ് എന്തെന്നറിയാമോ? എല്ലാം പൂർത്തിയായി. അബ്ബാ നിന്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു. He started with it and he ended with it. അവൻ തുടങ്ങിയതും ഒടുങ്ങിയതും അപ്പാന്ന് വിളിച്ചിട്ടാണ്. അപ്പാ. ക്രിസ്ത്യാനിയുടെ ചങ്കിനകത്തേക്ക് ഇത് കയറണം. ദൈവം എൻ്റെ അപ്പനാണ്, ദൈവം എൻ്റെ അപ്പനാണ്. നമ്മളിത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കും അതിൻ്റെ ഒരു ആഴം നിങ്ങൾക്ക് സുവിശേഷം ഈശോ മനസ്സിലാക്കി തരണം, പരിശുദ്ധാത്മ മനസ്സിലാക്കി തരണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ജ്ഞാനത്തിന് വേണ്ടി. ഇതൊന്ന് ക്ലിക്ക് ചെയ്യപ്പെട്ട് കിട്ടിയാൽ എന്തോരു ആശ്വാസം, എന്തുമാത്രം സമാധാനം നമ്മുടെ ഹൃദയത്തിൽ കിട്ടും. അത് ഭാരം മാറും, ഉത്കണ്ഠകൾ മാറും. 25 വർഷം മുമ്പ് കുമ്പസാരിച്ച കാര്യത്തെക്കുറിച്ചുള്ള കുറ്റബോധം കൊണ്ട് നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കൊണ്ട് നടക്കുന്നവരെ. ഈ കുറ്റബോധം മാറും, ഈ ഭാരം മാറും, ഈ ഭയം മാറും, ഈ ഉത്കണ്ഠ മാറും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് നാളത്തെക്കുറിച്ച് ആകുലനാവുന്നത്? നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. ഭാരം മാറും, ഭയം മാറും, ഉത്കണ്ഠ മാറും, ആധി മാറും, ആകുലത മാറും, ഭയം മാറും. അതുകൊണ്ട് ഒന്നാമത് നിങ്ങളുടെ സിസ്റ്റത്തിനകത്തേക്ക് ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആയിട്ട് ഇതിങ്ങനെ ശരിക്കും പ്രവേശിക്കണം. അത് ഡിഫോൾട്ട് സെറ്റിംഗ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അത് ഡിഫോൾട്ട് സെറ്റിംഗ് ഫോണിലെ മാറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഇനി എന്തോരം നിങ്ങൾ ശ്രമിച്ചാലും ഡിഫോൾട്ട് സെറ്റിംഗ് മാറ്റാൻ പറ്റില്ല. അത് കമ്പനി നമുക്ക് ആ ഫോൺ തന്നപ്പോൾ അതിൻ്റെ ഒറിജിനൽ സെറ്റിംഗ് ആണ്. ആ സെറ്റിംഗ് അത് പറഞ്ഞ് നിങ്ങൾക്ക് ഇത് നിങ്ങൾ മാറ്റാൻ പാടില്ല. മാറ്റിയാൽ ഫോൺ കേടാവും. ഈ ഡിഫോൾട്ട് സെറ്റിംഗ് ആയിട്ട് അകത്ത് കയറേണ്ട ഒരു സാധനമാണ് ദൈവം എൻ്റെ അപ്പനാണ്.